ഇത്തരത്തിലൊരു കുട്ടികളുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ മേഖലയിലെ നിയമങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥിനികൾക്ക് ഇങ്ങനൊരു സെഷൻ സംഘടിപ്പിച്ചതിന് സംഘാടകരായ സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷനും അതിന്റെ എല്ലാ ഭാരവാഹികൾക്കും, എസ്പെഷ്യലി ഡോക്ടർ സെമിച്ചൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് ഉൾപ്പെടെ എല്ലാ ഭാരവാഹികൾക്കും, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ബഹുമാന്യായ DCPO ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം മാഡത്തിന്റെ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കാലടി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ജോസി സാർ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ഗൗരി ജോയിൻ ചെയ്തിട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസ് DCPOയിലെയും അതുപോലെ CWCയിലെയും ഇന്റേൺഷിപ്പ് സ്റ്റുഡൻസും ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യരായ CWCയുടെ ആദരണീയരായ അംഗങ്ങൾ ശ്രീമതി ജിൻസി, ഡോക്ടർ ബിനു, അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി, ശ്രീമതി സന്ധ്യ എന്നീ സഹപ്രവർത്തകരും ഇതിനൊപ്പം തന്നെ ഇതിലെ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ട് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങളുമായി ആശയവിനിമയം നടത്താൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിക്കുന്നു. എല്ലാവരെയും CWCക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടു കൂടി ഓർത്തുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ്. അധികം സമയം കളയുന്നില്ല. ഒരു സെഷൻ ഒരു 15 മിനിറ്റ് വീതം നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് സംഘാടകർ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആദ്യമേ ഞാനും പ്രിയപ്പെട്ട ജിൻസിയും ചേർന്നെടുക്കുന്നത് JJB, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്താണ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ, ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി ബന്ധപ്പെട്ട് ആരാണ് ആ കേസിൽ ഉൾപ്പെട്ടു വരുന്നത്, അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയതായ കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റു സംവിധാനങ്ങൾ എന്നതിനെ സംബന്ധിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് ഈ JJ ആക്ടിൽ, ബാലനീതി നിയമം, കുട്ടികളുടെ ശ്രദ്ധയും സംരക്ഷണവും 2015 എന്ന് പറയുന്ന നിയമത്തെ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015 എന്ന നിയമത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ JJB എന്ന് പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറയുന്ന ഭാഗം പ്രവർത്തിക്കുന്നത്. ഈ ആക്ടിൽ പ്രധാനപ്പെട്ട 3 മേഖലകളാണുള്ളത്. ഒന്ന്, നിയമവുമായി സമരസപ്പെടാത്ത അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന മേഖലയെ കൈകാര്യം ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. അതുപോലെ തന്നെ ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ മേഖല കൈകാര്യം ചെയ്യുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലെങ്കിൽ CWC എന്ന് പറയുന്ന ഭാഗം. അങ്ങനെ 2 ഭാഗവും അതോടൊപ്പം തന്നെ അഡോപ്ഷനുമാണ് പ്രധാനമായിട്ടും ഈ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള മേഖലകൾ. അതിൽ JJBയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ജിൻസിയും ഞാനും കടക്കുന്നത്. ആദ്യമായിട്ട് ഈ നിയമം അനുസരിച്ച് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു വ്യക്തിയെയും നമ്മൾ ഈ നിയമം അനുസരിച്ച് കുട്ടി എന്ന് വിശേഷിപ്പിക്കും. ഈ കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ആ വ്യക്തി 18 വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിൽ, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട്, നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന നിയമ സംവിധാനമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, അല്ലെങ്കിൽ ലളിതമായി പറഞ്ഞാൽ കുട്ടികളുടെ കോടതി എന്ന് നമുക്ക് പറയാം. ഈ കുട്ടികളുടെ കോടതിയെ, ഈ നിയമത്തിന്റെ പ്രത്യേകത തന്നെ അതിനെ കോടതി എന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ കോടതിയുമായി ബന്ധപ്പെട്ട് കുറെ അധികം ഇമ്മ്യൂണിറ്റീസ് ഈ കുട്ടികൾക്ക് നിയമത്തിൽ പറയുന്നുണ്ട്. അവർക്ക് കുറെ അധികം പ്രത്യേകതകൾ, പരിഗണനകൾ കൊടുക്കണം. കുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് കുറെ അധികം പരിഗണനകൾ കൊടുക്കണമെന്ന് തന്നെയാണ് നിയമത്തിൽ പറയുന്നത്. ഏതൊരു തീരുമാനവും ഈ ജുഡീഷ്യൽ സംവിധാനങ്ങൾ CWC ആകട്ടെ JJB ആകട്ടെ എടുക്കുമ്പോൾ കുട്ടികളുടെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നാണ് ഈ JJ ആക്ടിൽ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു അന്തസ്സത്ത തന്നെ ഈ കുട്ടികളുടെ ഉത്തമ താല്പര്യ സംരക്ഷണമായിരിക്കണമെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ആദ്യ ഭാഗമാണ് കുട്ടികളുടെ കോടതി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാത്ത ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് തന്നെ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കോടതി സംവിധാനം, നിയമ സംവിധാനമാണ് ഇന്ത്യയിലുള്ള ഏത് നിയമം അനുസരിച്ചും ഒരു കുട്ടി കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യത്തിന് 18 വയസ്സ് തികയാത്ത കുട്ടിയിന്മേൽ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ അല്ലെങ്കിൽ CCL ആയി മാറുകയും കുറ്റം ആരോപിക്കപ്പെടുന്ന കുട്ടിക്കെതിരായിട്ട് നിയമ സംവിധാനം, ലോ എൻഫോഴ്സിംഗ് ഏജൻസി, പോലീസ് ആകട്ടെ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരെടുക്കുന്ന കേസുകൾ മറ്റൊരു കമ്പാനിയൻ ഇല്ലാതിരിക്കുകയും കുട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് SBR, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് JJBയിലേക്ക്, ആ നിയമ സംവിധാനത്തിലേക്ക് ലോ എൻഫോഴ്സിംഗ് ഏജൻസി, പോലീസോ MVDയോ എക്സൈസോ നൽകണം. ആ കുട്ടിയുടെ മേൽ
ക്രൈം രജിസ്റ്റർ ചെയ്ത് SBR സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് ആ കേസ് JJBയിലേക്ക് എത്തിക്കുകയും JJB ആണ് 18 വയസ്സ് പൂർത്തിയാക്കാത്ത CCL എന്ന് വിളിക്കുന്ന കുറ്റാരോപിതനായ കുട്ടിയുടെ നിയമപരമായ നടപടികളും കുട്ടിയെ തിരുത്തൽ നടപടികൾക്ക് വിധേയമാക്കി ട്രെയിനിങ്ങുകൾക്കും മറ്റ് നിയമപരമായ പരിപാടികളിലൂടെ പ്രോസസ്സിലൂടെ പൂർത്തീകരിച്ച് കുട്ടിയെ റീഇൻറ്റഗ്രേറ്റ് ചെയ്ത് സാധാരണ ഒരു കുട്ടിയെ പോലെ ഒരു ക്ലീൻ സ്ലേറ്റ് ആയ ഒരു കുട്ടിയെ പോലെ തിരികെ സമൂഹത്തിലേക്ക് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് JJBയുടേതായിട്ട് നിയമത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യമേ കുട്ടി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ ആക്ടിന്റെ സെക്ഷൻ 212 അനുസരിച്ച് 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതൊരു വ്യക്തിയെയും നമ്മൾ കുട്ടിയായിട്ടാണ് വിശേഷിപ്പിക്കുക. ആ കുട്ടി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ വലിയവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ നിയമത്തിൽ പറയുന്നത് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളായിരിക്കും ചെയ്തിരിക്കുക. പക്ഷെ ആ കുട്ടിയെ JJBയുടെ നിയമ സംവിധാനം വഴിയാണ് തിരുത്തൽ നടപടികൾക്ക് വിധേയമാക്കുന്നത്. JJBയുടെ പ്രവർത്തനങ്ങൾ ഒരു ജുഡീഷ്യൽ അംഗവും 2 നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ചേർന്നിട്ടുള്ളതാണ് JJB എന്ന് പറയുന്ന കുട്ടികളുടെ കോടതി എന്ന് നമ്മൾ ലളിതമായി പറയുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ ഹൈക്കോടതി അതാത് ജില്ലകളിലെ ഒരു മുതിർന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനെ ആ ജില്ലയുടെ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റായി ഡെപ്യൂട്ടി ചെയ്യുന്നു. അദ്ദേഹം ഒരു മുഴുവൻ സമയ മജിസ്ട്രേറ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് അധിക ചുമതലയായിട്ട് ആ ജില്ലയുടെ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റിന്റെ ചുമതല കൈമാറുന്നു. അതോടൊപ്പം സംസ്ഥാന സർക്കാർ 2 സാമൂഹിക പ്രവർത്തകരെ, വ്യത്യസ്ത മേഖലകളിൽ നിശ്ചിത യോഗ്യതയുള്ള 2 സാമൂഹിക പ്രവർത്തകരെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 വ്യക്തികളെ, അതിൽ ഒരാൾ നിർബന്ധമായും നിയമപ്രകാരം സ്ത്രീ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. മറ്റേയാൾ സ്ത്രീയോ പുരുഷനോ, പക്ഷെ ഒരാൾ എന്തായാലും സ്ത്രീ ആയിരിക്കണം. അങ്ങനെ 2 പേരെ ഈ ജഡ്ജിംഗ് പാനലിലേക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റാങ്കിലിരിക്കുന്ന പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ട് 2 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സിനെ കൂടി സംസ്ഥാന സർക്കാർ നിയമിക്കുന്നു. അങ്ങനെ 2 നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റും ചേർന്നതാണ് ഒരു ജില്ലയുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ പ്രിസൈഡിംഗ് പാനൽ എന്ന് പറയുന്നത്. അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കുന്നത് എപ്പോഴും ഒരു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഒരു ജഡ്ജ് ആയിരിക്കുന്ന വ്യക്തിയെയാണ് ഹൈക്കോടതി വെക്കുക. അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടാകുന്ന 2 അംഗങ്ങൾ നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സ് ആയിട്ടും അവരായിരിക്കും ഈ കേസുകൾ കേൾക്കുന്നത്, ഇത് സംബന്ധിച്ച നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതും ഒരു കുട്ടിയുടെ തിരുത്തൽ നടപടിക്ക് ആവശ്യമായ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും. അതോടൊപ്പം തന്നെ ആ കോടതിയെ സഹായിക്കുവാൻ വേണ്ടി, പ്രോസിക്യൂഷനെ സഹായിക്കാൻ വേണ്ടി ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്ന സർക്കാർ വക്കീലും അവിടെ ഉണ്ടായിരിക്കും. ആ കോടതിക്ക് ഒരു സാധാരണ കോടതിയുടെ സ്വഭാവമായിരിക്കില്ല, ഒരിക്കലും ഒരു റൈസൻ പ്ലാറ്റ്ഫോമിലായിരിക്കില്ല, അതുപോലെ തന്നെ യൂണിഫോമിലായിരിക്കില്ല ജഡ്ജ് അടക്കമുള്ള പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം അവിടെ വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ലോ എൻഫോഴ്സിംഗ് ഏജൻസിയുടെ ഒരു ഓഫീസർ യൂണിഫോമിലായിരിക്കരുത്. ഒരു സാധാരണ ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കുട്ടികളെയും ഡിഫൻസ് വക്കീലിനെയും മാതാപിതാക്കളെയും എല്ലാം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ ഒരു മുറിക്കകത്ത് നടക്കുന്ന ഒരു ലീഗൽ പ്രോസസ്സ് മാത്രമായിരിക്കും. അതൊരു ചൈൽഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കോടതിയുടെ ഒരു അന്തരീക്ഷം ഇല്ലാതെ ആയിരിക്കണമെന്നുമാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ അതാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡും അതിന്റെ പ്രത്യേകതയും കോൺസ്റ്റിറ്റ്യൂഷനും അവിടുത്തെ മറ്റ് ബന്ധപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളുടെ കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. ഇത് കൂടാതെ നമ്മൾ 3 തരത്തിലുള്ള ഒഫൻസുകളാണ് പ്രധാനമായിട്ടും ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. കുട്ടികളുടെ മേഖലയിൽ JJ ആക്ട് പ്രകാരം 3 തരത്തിൽ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തേത് പെറ്റി ഒഫൻസ് എന്ന് പറയും. JJ ആക്ട് പ്രകാരം 3 വർഷത്തിൽ അധികം ശിക്ഷ ലഭിക്കാത്ത കുറ്റകൃത്യങ്ങളെ പെറ്റി ഒഫൻസിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തതായിട്ട് സീരിയസ് ഒഫൻസ്, 3 മുതൽ മുകളിലോട്ട് ശിക്ഷാവിധികൾ പറയുന്ന നിയമം സീരിയസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ അവസാനമായിട്ടുള്ളത് അതിനിഷ്ഠൂരമായ കുറ്റകൃത്യങ്ങളുടെ വിഭാഗത്തിൽ ഹീനിയസ് ഒഫൻസ് എന്ന് പറയുന്ന വിഭാഗമുണ്ട്. ആ ഹീനിയസ് ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 7 വർഷത്തിൽ കുറയാത്ത കുറ്റകൃത്യത്തിന് ശിക്ഷ പറയുന്ന എല്ലാ ഒഫൻസുകളെയും ഹീനിയസ് വിഭാഗത്തിൽ തിരിച്ചിട്ടുണ്ട്. ആ ഹീനിയസ് വിഭാഗം എന്ന് പറയുന്നതാണ് നമ്മളുടെ JJ ആക്ട് പ്രകാരം ഏറ്റവും കൂടിയ ഗ്രാവിറ്റിയുള്ള ഒഫൻസുകളായിട്ട് പറയുന്നത്. ആ ഗ്രാവിറ്റിയുള്ള ഒഫൻസ് ചെയ്തിട്ടുള്ള 16 വയസ്സിന് മുകളിലുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികളെ CCL ആയി പരിഗണിക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ആക്ടിൽ ഒരു സെക്ഷൻ 15 അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു അസസ്മെന്റിന് വിധേയമാക്കിയിട്ട് അവരുടെ മാനസിക നില അഡൾട്ടിന്റെ പോലെ ആയിരുന്നോ എന്ന് പരിശോധിച്ച് എക്സ്പേർട്സിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ഈ JJBയുടെ പ്രിസൈഡിംഗ് പാനൽ
പ്രിസൈഡിംഗ് ഓഫീസറും 2 നോൺ ജുഡീഷ്യൽ അംഗങ്ങളും ചേർന്നിട്ട് ആ കുട്ടി അഡൾട്ട് ആണ് എന്ന് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അഡൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ അഡൾട്ട് ആയിട്ടുള്ള ഒരു പരിഗണന കൊടുത്ത് വേണമെങ്കിൽ ആ കേസ് ചിൽഡ്രൻസ് കോർട്ടിലേക്ക് റെഫർ ചെയ്യാമെന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ഡൽഹിയിലെ നിർഭയ കേസുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ നിയമം അങ്ങനെ ഒരു അമെന്റ്മെന്റ് വന്ന് 2015 കൂടി ഇത് പരിഷ്കരിച്ച നിയമമായി മാറിയത്. പിന്നെ 3 തരത്തിലുള്ള വിഭാഗങ്ങളിൽ ഈ 3 തരത്തിലുള്ള കാറ്റഗറിയെ പോലെ തന്നെ 3 സ്ഥാപനങ്ങൾ ഈ കുട്ടികളുടെ പുനരധിവാസവുമായി റീഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ടും റീഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിന്റെ ഒപ്പം JJBയുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന 3 സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന് പറയുന്ന 16 മുതൽ 18 വയസ്സ് വരെ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ ഭാഗത്ത് വരുന്ന കുട്ടികളെ താമസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നമുക്ക് വനിതാ ശിശു വികസന വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഹോം ഉണ്ട്. അടുത്തത് സാധാരണഗതിയിൽ എല്ലാ ജില്ലകളിലും തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് വന്ന കുട്ടികളെ താൽക്കാലികമായി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോമാണ് ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോം എന്ന് പറയുന്നത്. അത് ഒട്ടുമിക്ക ജില്ലകളിലും തന്നെ ഉണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി. പെൺകുട്ടികൾക്ക് നമ്മളുടെ സംസ്ഥാനത്ത് ആകെ കോഴിക്കോട് മാത്രമാണ് അത്തരം ഒരു ഹോം പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത് ഏതെങ്കിലും ജില്ലയിലുള്ള JJBയുടെ മുൻപിലെത്തിയാൽ അത്തരം ഒരു കുട്ടിക്ക് റീഹാബിലിറ്റേഷനോ റീഇന്റഗ്രേഷനോ കൊടുക്കുന്നത് വരെയുള്ള സമയം ആ കുട്ടിയെ താൽക്കാലികമായി പാർപ്പിക്കുന്നതിനുള്ള സ്ഥലമാണ് ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോം ഫോർ ഗേൾസ് കോഴിക്കോട് എന്ന് പറയുന്നത്. മൂന്നാമത്, ഈ കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞ് തെളിവെടുപ്പിന്റെയും അല്ലെങ്കിൽ മറ്റു രേഖകളുടെയും എല്ലാം വിചാരണയ്ക്ക് ശേഷം JJB അത്തരമൊരു കുട്ടി കുറ്റവിചാരണയ്ക്ക് ശേഷം തെളിയിക്കപ്പെടുകയും കുട്ടി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുകയും കുട്ടിക്ക് 3 വർഷം വരെ കൊടുക്കാവുന്ന ഏതെങ്കിലും ഒരു തിരുത്തൽ നടപടിയുടെ ഭാഗമായ ശിക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ താമസിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് സ്പെഷ്യൽ ഹോം. അങ്ങനെ സംസ്ഥാനത്ത് നമുക്കുള്ളത് തിരുവനന്തപുരത്താണ്. അങ്ങനെ 3 ഹോമുകൾ നമ്മളുടെ ഈ JJBയുടെ ഭാഗമായിട്ടുണ്ട്. 3 തരം ഒഫൻസുകൾ ഉണ്ട്. ഒരു കുട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു, JJBയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് പ്രിയങ്കരിയായ ജിൻസി മാഡം JJBയുമായി ബന്ധപ്പെട്ട CCLുമായി ബന്ധപ്പെട്ട ഭാഗം പറയും. മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മുടെ CCLുമായിട്ട് ബന്ധപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്താണെന്നുള്ളതാണെന്ന് ഇത്ര നേരം സാറ് പറഞ്ഞത്. ഇതോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികളെ CCL എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. നമ്മൾ അവരെ പ്രതികളെന്ന് വിളിക്കുന്നില്ല. അപ്പൊ ഇവരുടെ നമ്മൾ ഈ കുട്ടീനെ പോലീസ് ഈ കുട്ടീനെ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുട്ടീനെ പോലീസ് സാധാരണ ഒരു പ്രതിനെ പിടിക്കുമ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ അറസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, അപ്രിഹെൻഡ് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം ഈ ഒരു കുട്ടീനെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം. ഹാജരാക്കുന്ന കുട്ടീനെ താൽക്കാലികമായിട്ട് നമ്മൾ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ഒബ്സർവേഷൻ ഹോം. ഇപ്പൊ ഉല്ലാസ് സാറ് പറഞ്ഞു ഒബ്സർവേഷൻ ഹോം. ആ ഒബ്സർവേഷൻ ഹോമിലേക്ക് കുട്ടികളെ റിമാൻഡ് ചെയ്യുക എന്നല്ല പറയുന്നത്, ഡീറ്റെയിൻ ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി ആണ്. നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് അവരുടെ ഐഡന്റിറ്റിക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇവരെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവർക്ക് ആ സമയത്ത് ഒരിക്കലും ജയിലിൽ അടച്ച പോലെയല്ല കുട്ടികൾക്ക് അവിടെ നമ്മൾ താമസിപ്പിക്കുന്ന. ആ സമയത്ത് കുട്ടികൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാൻ പലപ്പോഴും അവരുടെ പിയർ ഗ്രൂപ്പ് പ്രഷറോ അവരുടെ സാഹചര്യത്താൽ ആണ് അവർ ഈ ഒരു ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് അവർ ഏർപ്പെട്ടു പോയത്. അപ്പൊ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ കൗൺസിലിങ്ങും, ഒരു സ്ഥാപനത്തിൽ ഒരു ഫുൾ ടൈം കൗൺസിലർ ഉണ്ട്, അതുപോലെ സൈക്കോളജിസ്റ്റിന്റെ സേവനം, സൈക്യാട്രിസ്റ്റിന്റെ സേവനം, ആവശ്യമായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും നമ്മൾ അവിടെ നൽകും. ലൈഫ് സ്കിൽ, പലതരത്തിലുള്ള ലൈഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം, പേരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ്, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മോട്ടിവേഷൻ പ്രോഗ്രാംസ് കുട്ടികൾക്ക് നൽകി ആ കുട്ടികൾ വന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുത്ത് പുതിയൊരു കുട്ടിയായിട്ട് അവരെ റീഫോം ചെയ്ത് നല്ലൊരു പൗരനാക്കി മാറ്റുക എന്നുള്ളതാണ് ശരിക്കും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കൊണ്ടും ഈ ഒരു സംവിധാനം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും കുട്ടികളെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നതിന്റെ പേരിൽ ആ കുട്ടീനെ നമ്മൾ ഒരിക്കലും അടിച്ചു താക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ ആ കുട്ടീനെ മാറ്റി നിർത്തുകയോ അല്ല, നമ്മളോട് ചേർത്ത് നിർത്തി സമൂഹത്തിന്റെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ ഈ ഒരു കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മൾ 14 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് കുട്ടികളെ ഡീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടികളെ അവരുടെ ഫാമിലിയിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വിടുന്നത്. അപ്പൊ ഇവർക്ക് ബെയിൽ കൊടുക്കേണ്ട സാഹചര്യത്തിൽ ബെയിൽ കൊടുത്ത് നമ്മൾ വിടും. എല്ലാ ഒഫൻസുകളും തന്നെ ബെയിലബിൾ ആണ്. പിന്നെ ഇവർക്ക് ബെയിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നത് ഈ കുട്ടി ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട
ചെയ്യുന്നതിന് മൂലം ആ കുട്ടിയുടെ ലൈഫിന് എന്തെങ്കിലും ഒരു ത്രെട്ടണിങ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ലൈഫിന് ഒരു ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ ഇവൻ മൂലം മറ്റുള്ളവർക്ക് ഒരു ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ ഇവനെ ആരും ജാമ്യത്തിൽ എടുക്കാനില്ല, ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബെയില് ഡിനേ ചെയ്യുന്നുള്ളൂ. മറ്റെല്ലാ സാഹചര്യത്തിലും കുട്ടികൾക്ക് അവർക്ക് ബെയിൽ അലൗ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു കുറച്ച് ദിവസം താമസിപ്പിക്കുന്നത്, ഇപ്പൊ ബെയിലിൽ നമ്മൾ കുറച്ച് ദിവസം ഡീറ്റെയിൻ ചെയ്ത് കുട്ടികളെ താമസിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങുകളും കൊടുത്താണ് നമ്മൾ അവരെ വിടുന്നത്. ആ വിട്ടതിന് ശേഷവും നമ്മൾ ഇവരുടെ ഫോളോ അപ്പ് നടത്തും. ഒരിക്കലും കുട്ടികളെ വെറുതെ കേസ് കഴിഞ്ഞു അല്ലെങ്കിൽ കേസിന്റെ കാര്യത്തിലേക്ക് വരുന്ന ആ ദിവസങ്ങളിൽ മാത്രമല്ല കാണുന്നത്, ഇവരെ നമ്മൾ കാവൽ എന്നുള്ളൊരു പദ്ധതിയിൽ നമ്മൾ ഈ കുട്ടികളെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാവൽ പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി 2 NGOസിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് സിറ്റിയിലും റൂറലുമായിട്ട് രാജഗിരി ഔട്ട്റീച്ചും അതുപോലെ ബ്ലൂ പോയിന്റ് എന്ന് പറഞ്ഞ 2 ഏജൻസികളാണ് കുട്ടികളുടെ ഈ ഒരു വീട്ടിലേക്ക് പോയതിനു ശേഷമുള്ള അവരുടെ പുനരധിവാസവും അവരുടെ എങ്ങനെ പോകുന്നു അവരുടെ കാര്യങ്ങൾ എന്നുള്ള ബാക്കിയുള്ള ഇന്റർവെൻഷൻസ് എല്ലാം അവരാണ് ചെയ്യുന്നത്. അവർ കൃത്യമായ റിപ്പോർട്ട് നമുക്ക് തരും. അപ്പൊ അത്തരത്തില് എല്ലാ തരത്തിലും കുട്ടികളെ റിഫോം ചെയ്യുക, റീഇന്റഗ്രേറ്റ് ചെയ്യുക, ഇതാണ് നമ്മളുടെ ലക്ഷ്യം. അതുപോലെ നമ്മൾ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു കുട്ടീനെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന അല്ലെ അപ്രിഹെൻഡ് ചെയ്യുന്ന ഒരു സമയം രാത്രിയിലാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അവരെ ജയിലിൽ താമസിപ്പിക്കാൻ പറ്റില്ല. കൈവിലങ്ങ് ധരിപ്പിക്കാൻ പാടില്ല. പോലീസ് യൂണിഫോമിൽ കുട്ടീനെ ചോദ്യം ചെയ്യാനോ കാര്യങ്ങൾക്കോ പാടില്ല. അപ്പൊ ഇവരെ രാത്രിയിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളെ താമസിപ്പിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഫോം 42 ഉണ്ട്. അതിൽ ഓവർനൈറ്റ് സ്റ്റേ, രാത്രിയിൽ കുട്ടീനെ ഒബ്സർവേഷനിൽ താമസിപ്പിച്ച് പിറ്റേ ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോലീസ് ഓഫീസർക്ക് അവരുടെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാക്കാനായിട്ട് ഒബ്സർവേഷൻ ഹോമിൽ താമസിപ്പിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ കുട്ടികളെ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു പോലീസ് ഓഫീസർ യൂണിഫോമിൽ കുട്ടികളോട് മൊഴിയെടുക്കുകയോ കുട്ടികളോട് ചോദ്യം ചോദിക്കുകയോ ചെയ്യാൻ പാടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരു ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഉണ്ടാവും. അതുപോലെ സിറ്റിയിലും റൂറലിലുമായിട്ട് ഇവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ജുവനൈൽ പോലീസും ഉണ്ടാവും. അപ്പൊ ഇവരായിരിക്കും കുട്ടികളെ അവരുടെ ചൈൽഡ് ഫ്രണ്ട്ലി റൂമിലിരുത്തി കുട്ടികളുടെ മൊഴിയെടുക്കലും കുട്ടികൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അന്തരീക്ഷം കൊടുത്ത് അവരുടെ കാര്യങ്ങൾ കേട്ട് അവരെ നമ്മുടെ മുമ്പിൽ ജഡ്ജിയുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ആരുമില്ല, ഇപ്പൊ ഒരു കുട്ടി നമുക്ക് ഒരു കുട്ടി നമ്മുടെ അടുത്ത് അപ്രിഹെൻഡ് ചെയ്ത് വന്നു, അപ്പൊ ഒബ്സർവേഷൻ ഹോമിൽ താമസിപ്പിച്ചു. ആ കുട്ടീനെ ആർക്കും ബെയിലെടുക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവനെ നോക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ സാഹചര്യം അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ കുട്ടീനെ കാലാകാലം ഒരിക്കലും ഒബ്സർവേഷൻ ഹോമിൽ താമസിപ്പിക്കില്ല. ആ കുട്ടീനെ അപ്പോൾ നമ്മൾ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള ഒരു കുട്ടിയായി കണ്ട് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ആ കുട്ടീനെ നമ്മൾ CWCക്ക് ഹാൻഡ് ഓവർ ചെയ്യും. CWC കുട്ടിയുടെ തുടർ പഠനവും അവന്റെ ഷെൽട്ടറും താമസവും അവനോ അവളോ ആരാണെങ്കിലും അവരുടെ ഷെൽട്ടർ കാര്യങ്ങള് പഠനം എല്ലാ കാര്യങ്ങളും CWC ആയിരിക്കും പിന്നീട് ചെയ്യുന്നത്. അതുപോലെ ഈ കുട്ടികളുടെ ഇപ്പം നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള ഒഫൻസിന്റെ കാര്യം സാറ് പറഞ്ഞു. പെറ്റി ഒഫൻസ്, സീരിയസ് ഒഫൻസ്, ഹീനിയസ് ഒഫൻസ്. അതിനകത്ത് പെറ്റി ഒഫൻസിനും സീരിയസ് ഒഫൻസിനും FIR നിർബന്ധമില്ല. അതിന് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ടാണ് എടുക്കുന്നത്. എന്നാൽ ഹീനിയസ് ഒഫൻസ് ആണെങ്കിൽ FIR നിർബന്ധമാണ്. അതുപോലെ പെറ്റി ഒഫൻസും സീരിയസ് ഒഫൻസിലും അഡൽട്ട് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് FIR വേണം. അപ്പൊ ഈ ഒരു സംവിധാനം നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആണെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആണെങ്കിലും നമ്മളുടെ എല്ലാം ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ അവരെ നന്നായിട്ട് സമൂഹത്തിൽ നല്ല പൗരന്മാരാക്കി മാറ്റുക, നല്ല ഒരു മൂല്യമുള്ള ഒരു പൗരന്മാരായി മാറ്റുക എന്നുള്ളതാണ്. സാധാരണ മുതിർന്ന ആളുകൾ ചെയ്യുന്ന എല്ലാ ഒഫൻസുകളും എല്ലാ കുറ്റകൃത്യങ്ങളും നമ്മുടെ കുട്ടികളും ചെയ്യുന്നുണ്ട്. കൊലപാതകം, പോക്സോ, റേപ്പ് എന്ന് വേണ്ട എല്ലാ തരത്തിലും മുതിർന്നവർ എന്തെല്ലാം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു അത്തരത്തിലുള്ള എല്ലാ കുറ്റകൃത്യങ്ങളിലും നമ്മുടെ കുട്ടികൾ ഏർപ്പെടുന്നുണ്ട്. ഈ കുട്ടികളെയും ഈ പ്രശ്നത്തിൽ ഏർപ്പെടുന്ന കുട്ടികളെയും നമ്മൾ പറയുന്നത് സാഹചര്യത്താൽ അവരും വിക്ടിംസ് ആണെന്നാണ്. അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടോ ഉല്ലാസ് സാറ്? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് അവസാനം വേണമെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് തുടർന്ന് നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പൊ അടുത്തത് ഞാൻ ബിനു മാഡത്തിനും ശ്രീലക്ഷ്മി മാഡത്തിനും കൈമാറുന്നു.
താങ്ക് യു. ബിനു മാഡം കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, സോറി. താങ്ക് യു ജിൻസി, താങ്ക് യു ഉല്ലാസ. ഞാൻ ഡോക്ടർ ബിനു സനാഥന് CWC മെമ്പറാണ്. അപ്പം എൻ്റെ അടുത്തേക്ക് എനിക്ക് തന്നിരിക്കുന്നത് CNCP CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്ന JJ ആക്ടിന്റെ രൂപീകരണവും കാര്യങ്ങളും എല്ലാം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2015 ആക്ട് വെച്ചിട്ടാണ് JJ ആക്ടിനെ ബേസ് ചെയ്താണ് നമ്മുടെ CWCയും JJBയും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക്, അതായത് CNCP ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ളത് നമ്മളൊരു 5 പേര് ചേർന്ന ഒരു കമ്മിറ്റിയാണ്. ചെയർപേഴ്സണും 4 മെമ്പേഴ്സും കുട്ടികളുടെ മേഖലയുമായിട്ട് പ്രവൃത്തി പരിചയമുള്ള 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവരെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, CWCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇതിനകത്ത് നമ്മൾ പറയുന്ന ശ്രദ്ധയും പരിരക്ഷ, കുട്ടി ആരാണെന്നുള്ളത് നേരത്തെ സാറ് പറഞ്ഞില്ല, സാറ് പറഞ്ഞു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ശ്രദ്ധയും പരിരക്ഷയും വേണ്ട കുട്ടികൾ ആരൊക്കെയാണ്? അപ്പം നമ്മൾക്ക് ചുറ്റും തന്നെയുള്ള പല കുട്ടികളുണ്ട്, അതായത് അബാൻഡൻഡ് ചിൽഡ്രൻ, ബെഗിങ് ചിൽഡ്രൻ, സ്ട്രീറ്റ് ചിൽഡ്രൻ, അബ്യൂസ്ഡ്, നെഗ്ലക്റ്റഡ്, എക്സ്പ്ലോയിറ്റഡ്, ഈ ഇങ്ങനെ വരുന്നത്. പിന്നെ ഇൻകപ്പാസിറ്റേറ്റഡ് പാരൻസിന്റെ കുട്ടികൾ, അതായത് മെന്റലി അല്ലെങ്കിൽ സൈക്യാട്രിക് പ്രശ്നങ്ങളുള്ള പാരൻസ് ഉള്ളവർ, അവർ ഇൻകപ്പാസിറ്റേറ്റഡ് ആയിരിക്കും, അവർക്ക് ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാത്തവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ കുട്ടികൾ, പിന്നെ മെന്റലി ഓർ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ട് വരുന്ന കുട്ടികൾ, പിന്നെ ഈ കുട്ടികളെ തന്നെ അതായത് ആരൊപ്പം റിസൈഡിങ് വിത്ത് ദ പേഴ്സൺ ഹു ഹാസ് അബ്യൂസ്ഡ് ഓർ നെഗ്ലക്റ്റഡ് ഓർ എക്സ്പ്ലോയിറ്റഡ്, അങ്ങനെ വരുന്ന ഒരാളുടെ ഒപ്പം താമസിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഉപദ്രവിക്കുന്നതുണ്ടാവും. ചില കുട്ടികൾ വീട്ടിൽ തന്നെ പാരന്റ്സിന്റെയും അതായത് സ്റ്റെപ്പ് ഫാദറിന്റെ അങ്ങനെയൊക്കെ പറയുന്നത്, അതായത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അവകാശപ്പെട്ടവർ തന്നെ കുട്ടികളെ അബ്യൂസ് ചെയ്യുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഇങ്ങനെ വരുന്ന ആ കുട്ടികളെല്ലാം CNCP ആണ്. പിന്നെ നമ്മുടെ പല കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലൂടെ വരുന്ന എല്ലാ കുട്ടികളും നമ്മുടെ CNCP ആണ് കുട്ടികൾ. സെക്ഷൽ ഒഫൻസസിൽ വരുന്നത്, ഡ്രഗ് യൂസ് അതായത് നർക്കോട്ടിക് അബ്യൂസിൽ വരുന്നത്, പിന്നെ ചൈൽഡ് ട്രാഫിക്കിങ്ങിൽ വരുന്നത്, ഇതെല്ലാം നമ്മുടെ CNCP കുട്ടികളാണ്. അപ്പൊ ഈ CNCP കുട്ടികളുടെ ശ്രദ്ധയും പരിരക്ഷയും നമ്മൾക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആരൊക്കെയാണ്? അപ്പൊ നമ്മുടെ JJBയുടെ കാര്യത്തിൽ സാർ പറഞ്ഞത് പോലീസ് യൂണിറ്റ് ആണ്, അതായത് പോലീസുകാർക്കാണ് JJBയുടെ മുന്നിലേക്ക് ഒരു CCLനെ കൊണ്ടുവരുന്നെങ്കിൽ CNCPയെ ആർക്കാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്? ഒരു കുട്ടി ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടി എന്ന് പറഞ്ഞ ആർക്ക് വേണമെങ്കിൽ, അതായത് ഒരു സിവിലിയൻ അപ്രോച്ച് ചെയ്യാം, ഒരു ഡോക്ടർ, ഒരു നഴ്സ്, അല്ലെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കർ, ഒരു കൗൺസിലർ, പോലീസുകാര്, സമൂഹത്തിലുള്ള ആർക്കും ചൈൽഡ് ഹിംസെൽഫ് ക്യാൻ അപ്രോച്ച് CWC ഫോർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അങ്ങനെ ആ ഒരു അതായത് നേരിട്ട് ആർക്കും അപ്രോച്ച് ചെയ്യാം, ഈ കുട്ടിക്ക് ആവശ്യമാണ് എന്ന് പറയാം. അതായത് കുട്ടിക്ക് തന്നെ ആവശ്യപ്പെട്ട് തന്നെ വരാം, എനിക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതാണെന്ന് കുട്ടിക്ക് തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. അപ്പൊ ഇതിനകത്ത് നമ്മൾ CNCP, അതായത് ഒരു കുട്ടി നമ്മുടെ മുന്നിലേക്ക് എത്തിപ്പെട്ടാൽ അത് CNCP ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളത്. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് DCP വർക്ക് ചെയ്യുന്നുണ്ട്, ചൈൽഡ് ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യുന്നുണ്ട്, കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് നമുക്ക്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ലേബർ ഡിപ്പാർട്ട്മെന്റ്, ഇതെല്ലാം ഈ സിസ്റ്റത്തിന്റെ, ഈ ജുഡീഷ്യറി പാർട്ടിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എടുക്കുന്ന എന്ത് തീരുമാനങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലൂടെയാണ്. അപ്പൊ ഇതിന്റെ നമുക്കൊരു CNCP കുട്ടി മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് CNCP ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചൊരു ഇൻക്വയറി നടത്തണം. ആ ഇൻക്വയറി നടത്തുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലൂടെയാണ് നടത്തുന്നത്. അവർ തരുന്ന സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉണ്ടാവും. ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ കുട്ടികൾക്ക് മേലെയുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പൊ അതിനൊരു 15 days ടൈം ഫ്രെയിം ഉണ്ട്. ഇമ്മീഡിയറ്റ് വേണ്ട അർജന്റ് കേസസ് ആണെങ്കിൽ നമ്മൾ 5 daysനുള്ളിൽ റിപ്പോർട്ട് പറയണമെന്ന് പറഞ്ഞാൽ അതേ ദിവസത്തിനുള്ളിൽ തന്നെ അവർ റിപ്പോർട്ട് CWCക്ക് ഹാജരാക്കുകയും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവരുന്നത് ഉണ്ടാവാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പം നമുക്ക് അറിയില്ല ഈ കുട്ടി സേഫ് ആണോ അല്ലയോ, വീട്ടിലാണോ. അതായത് ചിലർ വന്നിട്ട് എൻ്റെ കുട്ടിക്ക്
കുട്ടീനെ പ്ലേസ് ചെയ്യണം, കുട്ടിക്ക് സംരക്ഷണം വേണമെന്ന് പറയും. നമുക്കൊരു റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഇവരൊപ്പം തിരിച്ചു വിടാൻ പറ്റില്ല. കാര്യം നാളെ കുട്ടി മറ്റേതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ കാണേണ്ടി വരികയാണെങ്കിലോ എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഈ കുട്ടീനെ നമ്മളൊന്ന് പ്ലേസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആവാം, ഫോസ്റ്റർ കെയർ ആവാം, ഫിറ്റ് പേഴ്സൺ ഉണ്ടാവാം, ഇങ്ങനെ കുറെ തീരുമാനങ്ങൾ എടുത്താണ് ഒരു കുട്ടിയെ കുറിച്ചുള്ള തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യം ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുത്തിട്ടാണ് ഫർദർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ആ തീരുമാനം ചില കേസസിൽ മാത്രം നമ്മൾ മാറ്റി വെക്കേണ്ടി വരുന്നത് കുട്ടിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു വേവലാതി എന്ന് പറയുന്നത് എല്ലാം നമുക്ക് എല്ലാ സിസ്റ്റത്തിനും ഉള്ളതുപോലെ CWCക്ക് ഉള്ളത് കൊണ്ട് മാത്രം അത് നമ്മൾ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുത്ത് ആ ടെമ്പററി ഒരു ഷെൽട്ടർ നമ്മൾ ആ കുട്ടിക്ക് കൊടുത്തിരിക്കും. അതിനുശേഷം പെൻഡിങ് എൻക്വയറി ആയിട്ട് അതിന്റെ റിപ്പോർട്ട് വരികയും ചെയ്യും. അതിനനുസരിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചെയ്യും. അപ്പം ഈ നമ്മുടെ CWCയുടെ മുന്നിൽ എത്തുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ കൊടുക്കാം. രണ്ടാമത് കുട്ടിക്ക് ഒരു ഫിറ്റ് പേഴ്സണെ നമുക്ക് കൊടുക്കാം. പിന്നെ ഫോസ്റ്റർ കെയർ ഫെസിലിറ്റീസ് ഉണ്ട്, സ്പോൺസർഷിപ്പ് ഉണ്ട്, ഇത് കൂടാതെ ആഫ്റ്റർ കെയർ ഉണ്ട്. 18 വയസ്സ് വരെ മാത്രമല്ല ഒരു കുട്ടിയുടെ സംരക്ഷണം, 18 വയസ്സിന് ശേഷം 3 വർഷത്തേക്ക് കൂടി നമ്മുടെ ആക്ട് കുട്ടിക്ക് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവർക്ക് അവരുടെ ഫർദർ എങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടോ അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടോട് കൂടി അവർക്ക് 21 വയസ്സ് വരെ പോവാം. പിന്നെ ഒരു എക്സ്റ്റൻഷൻ 2 ഇയേഴ്സ് കൂടി കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിസ്റ്റം കൊടുക്കുന്ന, അതായത് ഈ CWC സിസ്റ്റം കൊടുക്കുന്ന എല്ലാ, അതായത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന എല്ലാ പ്രൊവിഷൻസും എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു CWC അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റവും ഒരു കുട്ടീനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം എന്നല്ല തീരുമാനിക്കുന്നത്. ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്, ഒരു ഫാമിലിയോടൊപ്പം തന്നെ ജീവിക്കണം, ഒരു കുഞ്ഞു ഫാമിലിയോടൊപ്പം തന്നെ കഴിയണം എന്നുള്ളതാണ് എല്ലാ സിസ്റ്റത്തിന്റെയും ഒരു പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വേണ്ടി വരും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് മെന്റലി ഫാമിലി ഇൻകപ്പാസിറ്റേറ്റഡ് ആണ്, പാരന്റ്സിന് അവർക്ക് കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ട്, പക്ഷെ അവർക്ക് വീട്ടിൽ നിർത്തി പഠിപ്പിക്കാൻ ഒരു സാഹചര്യം ഇല്ല, വീടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ, ടെമ്പററി ഷെൽട്ടർ ആണത്, ആ ടെമ്പററി ഷെൽട്ടർ കൊടുത്ത് കുട്ടിയുടെ വിദ്യാഭ്യാസവും എല്ലാ രീതിയും, അതായത് അവന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് അവന്റെ വഴി നമുക്ക് തെളിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവന്റെ 18 വയസ്സ് വരെ അവനെ നിന്ന് അവിടെ പഠിക്കുകയും ചെയ്യാം. അതിനുശേഷം അവനോ അവളോ അവൾക്ക് മുന്നോട്ടിറങ്ങി മുന്നോട്ട് ഏത് രീതിയിൽ അവർ പോകണമെങ്കിൽ ആഫ്റ്റർ കെയറിലൂടെ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ CWC, അതായത് JJ ആക്ടിന്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത് CWC ത്രൂ കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു കുട്ടി ഇപ്പം അവന് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ വേണ്ട, പക്ഷെ പേരൻസിന് അവരെ കൂട്ടത്തിൽ തന്നെ ഒരാൾക്ക് ഫിറ്റ് പേഴ്സൺ ആയിട്ട് നമുക്കൊരു കുട്ടീനെ വിടാം. ആ ഫിറ്റ് പേഴ്സൺ ഇൻക്വയറി നടത്തി സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എടുത്തതിന് ശേഷം ആ ഫിറ്റ് പേഴ്സന്റെ അണ്ടറിലേക്ക് ആ കുട്ടിയുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുത്തു വിടും. അതും എല്ലാം ടെമ്പററി ആണ്, പെർമനന്റ് അല്ല ഒരു ഓർഡേഴ്സും പോകുന്നത്, ടെമ്പററി ഓർഡേഴ്സ് ആണ് ഇതെല്ലാം. അത് റിന്യൂ ചെയ്ത്, അതായത് വീണ്ടും റിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ ഇൻക്വയറി എല്ലാ പ്രാവശ്യവും നടത്തിയാണ് വിടുന്നത്. അടുത്തത് നമ്മളൊരു കുട്ടിക്ക് ഫാമിലി, അതായത് പാരന്റ്സ് ഇൻകപ്പാസിറ്റേറ്റഡ് എന്ന് നമ്മൾ പറഞ്ഞു, വീട്ടിൽ ചിലപ്പോൾ ഓർഫൻ ചിൽഡ്രൻ ഉള്ളവര്, അവർക്കൊരു ഫാമിലി കൊടുക്കാൻ നമുക്കൊരു ഫോസ്റ്റർ കെയർ വഴി സാധിക്കും. ആ ഫോസ്റ്റർ കെയറിനകത്ത് ഫോസ്റ്റർ പാരന്റ്സിന്റെ ഇൻക്വയറി നടത്തി ആ ഫോസ്റ്റർ പാരന്റ്സ് ഫിറ്റ് ആണെന്നുള്ളത് DCPയുടെ റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണ് CWC ആ കുട്ടീനെ അവർക്ക് ഫോസ്റ്റർ കെയറിലേക്ക് ആ കുട്ടീനെ വിടുന്നത്. അതും ഓരോ മാസവും ആ കുട്ടിയുടെ പ്രോഗ്രസ്സും ആ ഫാമിലിയും എങ്ങനെയാണെന്നുള്ളതിന്റെ റിപ്പോർട്ട് ബേസ് അത് CWCക്ക് DCPU സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. കുട്ടിയുടെ ആ സമയത്തെ ഇമോഷണൽ സ്റ്റേറ്റസും ഫാമിലിയും എങ്ങനെയാണ്, അവര് തമ്മിലുള്ള റാപ്പോ എങ്ങനെയാണ്, ഇതെല്ലാം CWCക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് പ്രകാരമാണ് മുന്നോട്ട് ആ ഫോസ്റ്റർ കെയർ പോകുന്നത്. ഈ ഫോസ്റ്റർ കെയർ കഴിഞ്ഞിട്ട് ആ പാരന്റിന് തന്നെ വേണമെങ്കിൽ ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യാം. അതെല്ലാം ശ്രീലക്ഷ്മി മാഡം പറയുന്നതായിരിക്കും, അഡോപ്ഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം. അപ്പൊ ഈ ഫോസ്റ്റർ കെയറിനകത്ത് കിൻഷിപ്പ് ഫോസ്റ്റർ കെയർ ഉണ്ട്, അല്ലാത്ത വേറെ. കിൻഷിപ്പ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത് അത് ഒരേ ഫാമിലിയിലുള്ളവർക്ക്, ആ ഫാമിലിയിലുള്ളവർക്ക് തന്നെ അവർ എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സിന് ഫോസ്റ്റർ പാരന്റ് ആവാൻ സാധിക്കും. പിന്നീട് അവർക്ക് വേണമെങ്കിൽ അഡോപ്ഷനിലേക്ക് പോകാനും സാധിക്കും. നമ്മുടെ പിന്നുള്ളത് സ്പോൺസർഷിപ്പ് ആണ്. നമുക്കിപ്പോൾ നമ്മുടെ കോവിഡ് സമയത്ത് കുറെ കുട്ടികൾ ഓർഫൻഡ് ആയിട്ട്, ഓർഫൻ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ അനാഥത്വം വന്നുപോയ കുറെ കുട്ടികളുണ്ട്. അവർ എക്സ്റ്റെൻഡഡ് ഫാമിലിയിലോടൊപ്പം താമസിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ സ്പോൺസർഷിപ്പ് കൊടുത്തിട്ടുണ്ട്.
ആ സ്പോൺസർഷിപ്പിലൂടെ അവർക്ക് ആ ഫാമിലി, അവരുടെ കുടുംബത്തിന്റെ, അവർ എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ ആ ഒരു കുടുംബത്തോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസവും മറ്റു സാഹചര്യങ്ങളും അവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. അവരുടെ ഫാമിലിയോടൊപ്പം തന്നെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കാതെ തന്നെ അവർക്ക് ഫാമിലിയോടൊപ്പം ആ സ്പോൺസർഷിപ്പിലൂടെ അവർക്ക് വളർന്നു പോകാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് നമ്മുടെ ആഫ്റ്റർ കെയർ. ആഫ്റ്റർ കെയർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് 18 വയസ്സിന് ശേഷം എങ്ങനെ പഠിക്കണം, അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ടാണോ, ആഫ്റ്റർ കെയർ നമ്മുടെ ഹോംസ് ഉണ്ട്. നമുക്കൊരു ജില്ലയിൽ തന്നെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ ഒരു 50-ഓളം ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാ ജില്ലകളിലും പല NGOസിന്റെ വഴിയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ പിന്നെ അവരുടെ രജിസ്ട്രേഷനും എല്ലാം നടത്തുന്നത് തന്നെ നമ്മുടെ CWCയും DCPയും ത്രൂ ആണ്. ഇൻക്വയറിയും എല്ലാം നടത്തി തന്നെയാണ് അവരെ രജിസ്ട്രേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കായിരിക്കും നമ്മുടെ ഒരു കുട്ടീനെ ടെമ്പററി ഷെൽട്ടറായിട്ട് നമ്മൾ വിടുന്നത്. അത് അവർക്ക് എങ്ങനെ അവരുടെ ജീവിതത്തിൽ അവർക്ക് പഠിക്കാനും എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും, ഇൻക്ലൂഡിങ് മെഡിക്കൽ എല്ലാ ഫെസിലിറ്റീസുമാണ് അവർക്ക് അവിടെ കൊടുക്കുന്നത്. പിന്നെ CWCക്ക് പിന്നീടുള്ള അധികാര പരിധി എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒഫൻസസ് വരുന്നത് സെക്ഷൻ 75 തുടങ്ങി ക്രൂവൽറ്റി, പണിഷ്മെന്റ് എഗൻസ്റ്റ് ക്രൂവൽറ്റി ടു ദ ചൈൽഡ് എന്ന് പറയുന്നത് അതിനകത്തുള്ളതിനകത്ത് ആ കുട്ടിക്കെതിരെ നടക്കുന്ന ഏത് ഒരു ആക്രമണത്തിനും, ഏത് രീതിയിലും, ഏതൊക്കെ അബ്യൂസസ്, എക്സ്പ്ലോയിറ്റേഷൻസ്, കുട്ടികളെ എന്തൊക്കെ ഡ്രഗ് പെഡ്ലിങ്, പിന്നെ നമ്മുടെ ആംഡ് കോൺഫ്ലിക്റ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ യൂസ് ചെയ്യുന്നത്, ഇതിനെല്ലാം എഗൻസ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റിനുള്ള പ്രൊവിഷൻസ് തരുന്നത് JJ ആക്ട് ആണ് തരുന്നത്. പിന്നീട് ഇനി കുറച്ച് നമുക്ക് സംസാരിക്കാനാണെങ്കിൽ JJ ആക്ടിൽ CWCനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനായിട്ട്. ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനറലൈസ്ഡ് ചെയ്ത് ഞാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം എടുത്തു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഇല്ല സാർ ഇതിനകത്ത്? ഇല്ല മാഡം, അത്യാവശ്യം മാഡം കുട്ടികളെ പ്ലേസ് ചെയ്യുന്ന കുട്ടികളെ പ്ലേസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എങ്ങനെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യുന്നത്, കുട്ടികളുടെ ആ ടെമ്പററി ഷെൽട്ടർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ SIR റിപ്പോർട്ട് എടുത്തതിന് ശേഷം കുട്ടികൾക്ക് നമ്മൾ അതേ രീതിയിലുള്ള ഒരു ഹോമിലേക്ക്, ഷെൽട്ടർ ഹോം എന്നല്ല, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ കുട്ടികളെ പ്ലേസ് ചെയ്യും. ഏത് കുട്ടികളെ ആ സ്ഥാപനത്തിലേക്ക് പാരന്റ്സ് ആക്കിയാലോ ആരാക്കിയാലോ അവരെ കാണാൻ പോകണമെങ്കിലും എല്ലാത്തിനും ഓർഡേഴ്സ്, CWCയിൽ നിന്ന് ഓർഡേഴ്സ് മേടിച്ചതിന് ശേഷം മാത്രമേ കാണാൻ പറ്റുള്ളൂ. CWCയുടെ ഓർഡർ പ്രകാരമല്ലാതെ ഒരു കുട്ടീനെയും എങ്ങടേക്കോ വീട്ടിലേക്ക് വിടാനോ ഒന്നും സാധ്യമല്ല. അതിൻ പ്രകാരം മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാനും ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ CNCP എന്ന് പറയുന്നത്, നമ്മളിപ്പം നേരത്തെ പറഞ്ഞു CCL എന്ന് പറഞ്ഞത്, CCL എന്ന് പറയുന്നതും ഒരു തരത്തിൽ CNCP തന്നെയാണ്. അവർക്കും കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള കുട്ടി, അവരും CNCP ആണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ all CCLs are CNCPs, but all CNCPs are not CCLs. അങ്ങനെ ശരിക്കുള്ളത് എല്ലാ CCLസും CNCPs തന്നെയാണ്. പക്ഷെ CNCP എല്ലാം CCLും അല്ല. പക്ഷേ CNCPക്ക് ആവശ്യമായ രീതിയിലുള്ള ഇന്റർവെൻഷൻസ് കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവര് ഈ പറഞ്ഞ ആദ്യത്തെ മേഖല CCL ആയി തീരാം. നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു JJ സിസ്റ്റത്തെ വരച്ച് കാണിക്കുന്ന ഒരു കഥയാണ് ഒലിവർ ട്വിസ്റ്റിൻ്റെത്. അതായത് ഒരു ഓർഫനേജിൽ വളർന്ന ഒരു കുഞ്ഞ്, അത് തെരുവിലേക്ക് എത്തപ്പെടുന്നു. ആ തെരുവിൽ വന്നിട്ട് അവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്, പലരും മോഷണത്തിലേക്ക് കൊണ്ടുവരുന്നതും അവൻ ഒരു CCL ആയി മാറുന്നതും, അതിലേക്ക് വന്നിട്ട് തിരിച്ച് വീണ്ടും റീഹാബിലിറ്റേറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെ, ആ ഒരു പിക്ചർ വരച്ച് കാണിച്ചു തരുന്ന ഒരു കഥയാണ് നമ്മുടെ ഒലിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന സാധനം. അതുപോലെ ജീൻ വാൽജീന്റെ കഥ എടുത്താലും ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി മോഷണം നടത്തേണ്ടി വരുന്നതും ജയിലിൽ കഴിഞ്ഞ ശേഷം തിരിച്ചു വന്ന് അതും ഒരു ടൈപ്പ് ഒരു റീഹാബിലിറ്റേഷൻ തന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. അപ്പൊ നമുക്ക് CNCP ആയിട്ട് വരുന്ന നമുക്ക് അന്യസംസ്ഥാന കുട്ടികൾ ഇവിടെ വരും. അവരെ നമ്മൾ ചെയ്യുന്നത്, ഇതര സംസ്ഥാനത്തിലുള്ള കുട്ടികൾ ഈ നമ്മുടെ കൾച്ചർ അനുസരിച്ചല്ല വളരേണ്ടത്, കേരളത്തിന്റെ കൾച്ചറിലല്ല വളരേണ്ടത്. അവരുടെ കൾച്ചറിൽ എന്തൊക്കെ അവരുടെ സംസ്കാരങ്ങൾ അനുസരിച്ച് വളരണോ അതനുസരിച്ച് അത് വളരാനായിട്ട് തിരിച്ച് റിപ്പാട്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു
നടപടിയുണ്ട്. ആ കുട്ടീനെ അവരുടെ സംസ്ഥാനത്തേക്ക്, അവരുടെ ഭാഗങ്ങളിലേക്ക്, ഒന്നുകിൽ അവരുടെ DCPയിലേക്കും നമ്മളെ CWCയുടെ മുന്നിലേക്കും ആ കുട്ടീനെ റിപ്പാട്രിയേറ്റ് ചെയ്ത് അവരുടെ ഫാമിലിയോട് റീയുണൈറ്റ് ചെയ്യുന്ന പ്രക്രിയ ചെയ്യുന്നതും നമ്മുടെ CWC ആണ് ചെയ്യുന്നത്. റീഹാബിലിറ്റേഷനും റീപാട്രിയേഷനും റീഇൻറ്റഗ്രേഷനും ഇതാണ് നമ്മുടെ JJ സിസ്റ്റം നടത്തുന്ന എല്ലാ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത്. ഇനി അഡോപ്ഷന്റെ കാര്യങ്ങൾ ശ്രീലക്ഷ്മി മാഡം പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ കംപ്ലീറ്റ് ചെയ്യും. താങ്ക് യു. താങ്ക് യു ബിനു മാഡം. ഞാൻ JJ ആക്ട് ഇവിടെ എല്ലാവരും വിശദമായിട്ട് തന്നെ പറഞ്ഞു. എനിക്ക് പറയാനുള്ള മേഖല അഡോപ്ഷൻ ആണ്. അഡോപ്ഷൻ JJ ആക്ടിലെ സെക്ഷൻ 56 മുതൽ 73 വരെയാണ് JJ ആക്ടിലെ അഡോപ്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അഡോപ്ഷൻ പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ കുറച്ച് ഷോർട്ട് ഫോംസ് പരിചയപ്പെടുത്തേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ആ ഷോർട്ട് ഫോമിലൂടെയാണ് നമുക്ക് JJ ആക്ട് ആണെങ്കിലും അല്ലാതെ നമ്മൾ പ്രൊസീജിയർ വൈസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആ ഷോർട്ട് ഫോംസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആണ് SAA, അതായത് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി. അപ്പൊ ഈ കുട്ടികള് സറണ്ടർ ചെയ്യുന്ന കുട്ടികളാവാം, അല്ലെങ്കിൽ അബാൻഡൻഡ് ആയിട്ടോ ഓർഫൻഡ് ആയിട്ടോ കിട്ടുന്ന കുട്ടികളാവാം. അതായത് ഇപ്പൊ നമ്മൾക്ക് അമ്മത്തൊട്ടില് അങ്ങനെയുള്ള സംവിധാനം വഴി നമുക്ക് കിട്ടുന്ന കുട്ടികൾ അബാൻഡൻ കുട്ടികളായിട്ട് കണക്കാക്കപ്പെടും. ഇത് കൂടാതെ മാരി ചെയ്യാത്ത അല്ലെങ്കിൽ മാരി ചെയ്തവരോ കുട്ടികളെ ഉപേക്ഷിക്കുന്ന അത് എന്താണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് സറണ്ടർ ചൈൽഡായിട്ടും കണക്കാക്കപ്പെടും. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന കുട്ടികള് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസിയിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ കുട്ടികളെ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ഷോർട്ട് ഫോം കാര, സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസി, അതാണ് കാര എന്ന് പറയുന്ന ഈ സംവിധാനം. അപ്പൊ നമുക്ക് ഇന്റർ കൺട്രി ഉണ്ട്, ഫോറിൻ കൺട്രി അഡോപ്ഷനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്റർസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അകത്ത് തന്നെ നമുക്ക് അഡോപ്ഷൻ പോസിബിൾ ആയ വിഷയങ്ങളാണ് ഇന്റർ കൺട്രി അഡോപ്ഷൻ. ഫോറിൻ കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഫോറിൻ കൺട്രി അഡോപ്ഷൻ. ഇതില് അബാൻഡൻഡ് ആയ കുട്ടികളെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് കുട്ടിയെ കിട്ടി വിത്തിൻ 3 days പേപ്പർ പബ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. കുട്ടികള് ഇങ്ങനെ ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ഇതില് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു പേപ്പർ പബ്ലിക്കേഷൻ, അത് വേറൊരു സ്റ്റേറ്റിലെ കുട്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്റ്റേറ്റിലെ പ്രാദേശിക ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു പേപ്പർ പബ്ലിക്കേഷൻ വേണം കൊടുക്കാനായിട്ട്. ഇവിടെ നല്ലതായിട്ട് സർക്കുലർ ഉള്ള ഒരു പേപ്പറിൽ വേണം നമ്മൾ പേപ്പർ പബ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. ഇതിന് ശേഷം കെയറിങ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് ചൈൽഡ് റിസോഴ്സ്, അതായത് ചൈൽഡ് അഡോപ്ഷൻ റിസോഴ്സ് ഇൻഫർമേഷൻ ഗൈഡൻസ് സിസ്റ്റം, അതാണ് കെയറിങ്സ്. ചൈൽഡ് അഡോപ്ഷൻ റിസോഴ്സ് ഗൈഡൻസ് സിസ്റ്റം, ഇൻഫർമേഷൻ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഈ കെയറിങ്സും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഈ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതായത് പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സ് എന്ന് പറയും. കുട്ടികളെ ദത്തെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന പാരന്റ്സിനെ പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സ് എന്നാണ് പറയുന്നത്. ഈ പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സ് ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഈ ഹോം സ്റ്റഡി റിപ്പോർട്ട് ചെയ്യും, ഹോം സ്റ്റഡി റിപ്പോർട്ട് നടത്തും. അതായത് ഈ പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സിന്റെ ഹോം സ്റ്റഡി റിപ്പോർട്ട് നടത്തി എല്ലാ ഡീറ്റെയിൽസും CWCയിൽ പ്രൊഡ്യൂസ് ചെയ്യും. എന്തൊക്കെയാണ് ഈ ഡീറ്റെയിൽസിൽ വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ലാസ്റ്റ് അവർ ഏൺ ചെയ്ത ഇൻകം, അവരുടെ ഏജ്, അതുപോലെ അവരുടെ എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അവരുടെ മറ്റ് എന്തൊക്കെ വിവരങ്ങളുണ്ടോ അതെല്ലാം റിപ്പോർട്ട് ചെയ്യും. അതിനാണ് ഹോം സ്റ്റഡി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഹോം സ്റ്റഡി റിപ്പോർട്ടിന്റെ മാത്രമല്ല DCPOനും ഹെൽപ്പ് ചെയ്യാം. അതായത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലെ ചൈൽഡ് സോഷ്യൽ വർക്കറും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സായിലെ ചൈൽഡ് സോഷ്യൽ വർക്കറും ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിലെ സോഷ്യൽ വർക്കറും രണ്ടുപേരും ഈ ഹോം സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കി ഹോം സ്റ്റഡി റിപ്പോർട്ട് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ത്രൂ നമ്മൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും ഇതിന് മാച്ച് ആയിട്ട് വരുന്ന
ഒരു കുട്ടി നമുക്ക് സറണ്ടർ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാച്ച് വരുമ്പോൾ ആ കുട്ടിയെ റിസർവ് ചെയ്യുകയും ഈ കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടും മറ്റ് സ്റ്റഡി ചെയ്ത എന്തെങ്കിലും റിപ്പോർട്ടുകളുണ്ട് അതും കൂടി ഈ പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സിന് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് തമ്മിൽ മാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ എന്നുള്ള ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ച രേഖകള് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൃത്യമായി പരിശോധന നടത്തി കുട്ടിക്ക് ഒരു പാരന്റ്സോ അല്ലെങ്കിൽ ബയോളജിക്കൽ പാരന്റ്സോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള കുടുംബ ബന്ധങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കിയ ശേഷം കുട്ടിയെ എന്ത് ചെയ്യുന്നു? കുട്ടിയെ കൃത്യമായിട്ട് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ, അതായത് അഡോപ്ഷന് കുട്ടി ലീഗലി ഫ്രീ ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി. ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇതിന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ആ സ്റ്റഡി റിപ്പോർട്ടിന്റെ ബേസിലാണ് ഇങ്ങനെ ലീഗലി ഫ്രീ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഇങ്ങനെ ലീഗലി ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സിന്റെ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തതിലേക്ക് പോവുകയും പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരന്റ്സ് കുട്ടിയെ കണ്ട് മാച്ച് ആയി കഴിഞ്ഞാൽ കുട്ടിയുടെ ഫിസിക്കൽ റിപ്പോർട്ടും മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം പരിശോധിച്ച് ഒരു കമ്മിറ്റി കൂടിയതിനു ശേഷം കുട്ടിയെ നമ്മൾ അഡോപ്ഷൻ കമ്മിറ്റിയിൽ വെച്ചിട്ട് കാണിച്ചു കൊടുക്കുകയും അതുവഴി കുട്ടിയെ അവർക്ക് വന്ന് സായിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്. ഇങ്ങനെ സ്വീകരിക്കുന്ന പാരന്റ്സിന്റെ ഏജ് കുട്ടിയുടെ ഏജുമായിട്ട് മിനിമം 20-25 വയസ്സിന് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അത് 4 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിൽ ഈ ദത്തെടുക്കുന്ന ദമ്പതികളുടെ പ്രായം രണ്ടുപേരുടെയും കൂടി കൂട്ടിയിട്ട് 90 വയസ്സായിരിക്കണം എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ പ്രോസ്പെക്റ്റീവ് പാരന്റ്സ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അവർ ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കണം, മെന്റലി അലേർട്ട് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ആർക്കെല്ലാമാണ് ദത്തെടുക്കാൻ പറ്റുക? ഒരു സ്പൗസിന്, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് മാരേജ് റിലേഷൻഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 2 ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ദത്തെടുക്കാം ആ പ്രൊസീജിയർ വഴി. അതുകൂടാതെ ഒരു സിംഗിൾ പാരന്റിന് ദത്തെടുക്കാം. അങ്ങനെ സിംഗിൾ പാരന്റ് ദത്തെടുക്കുന്ന സമയത്ത് ഒരു മെയിൽ ആണെങ്കിൽ മെയിലിന് ഒരു ഫീമെയിൽ ഗേൾ ചൈൽഡിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഫീമെയിൽ ആയിട്ടുള്ള സിംഗിൾ പാരന്റിന് രണ്ടുപേരെയും, അതായത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ പിന്നെ കുട്ടിയുടെ മറ്റ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് ചൈൽഡ് വെൽഫെയർ ആണ്. കുട്ടിയുടെ ഈ അഡോപ്ഷൻ എന്നുള്ളത് കൊണ്ട് കുട്ടിക്ക് ഏറ്റവും നല്ലൊരു ലൈഫ് കിട്ടണം, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ കുട്ടിക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിലെ പ്രൈം കൺസിഡറേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് എല്ലാവിധ റൈറ്റുകളും ഈ ബയോളജിക്കൽ പാരന്റ്സിന്റെ ഷൂസിലേക്ക് കയറുകയാണ് ഈ പ്രോസ്പെക്റ്റീവ് പാരന്റ്സ്. അപ്പൊ എല്ലാ റൈറ്റും കുട്ടിക്ക് കിട്ടുകയും കുട്ടി ഒരു എന്താ പറയാ ഫാമിലിയിലേക്ക് വരികയും ഇതോടൊപ്പം ചെയ്യുന്നു. പിന്നെ ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തു പറയാനുള്ളത്, ഫോറിൻ കൺട്രി ആണെങ്കിൽ ഈ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസിയിൽ കുട്ടിയുടെ ആയിട്ട് മാച്ച് ആയ പ്രോസ്പെക്റ്റീവ് പാരന്റ്സിന്റെ മാച്ച് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് പാസ്പോർട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും മറ്റേ ഹേഗ് കൺവെൻഷൻ സെന്ററിൽ ഒപ്പുവെച്ച രാജ്യമായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ആ ഇമിഗ്രേഷൻ നമ്മളുടെ കുട്ടിയുടെ കൺട്രിയുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കൂടാതെ ഫോറിൻ കൺട്രിയുടെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടും നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. പിന്നെ അതുകൂടാതെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആദ്യത്തെ നിയമപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു മെമ്പർ അഡോപ്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോ കോടതി അല്ല കുട്ടിയുടെ പാരന്റ്സ് ആയിട്ട്, ബയോളജിക്കൽ പാരന്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ കളക്ടറാണ്. കളക്ടറുടെ ADM മുമ്പാകെയാണ് ഈ രേഖകളെല്ലാം സമർപ്പിക്കുന്നതും അതുപോലെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ബയോളജിക്കൽ പാരന്റ്സിന് ഡിക്ലെയർ ചെയ്ത് വിടുന്നതും ഇപ്പോൾ കളക്ടർ ത്രൂ ആണ്. കളക്ടറേറ്റിലാണ് നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്യേണ്ടതും എല്ലാ സർട്ടിഫിക്കറ്റ് ഡിക്ലെയർ ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും ഓർഡർ പാസ്സാക്കുന്നതും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണ്. ഇതാണ് നമ്മൾ അഡോപ്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്ന കുട്ടികളും ഇതുപോലെ തന്നെ
ഏറ്റവും ഇതായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. അതായത് മാരി ചെയ്യാത്ത ഒരു ഗേളോ അല്ലെങ്കിൽ കുട്ടിയാണ് നമ്മൾക്ക് സറണ്ടർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ കുട്ടിയുടെ യാതൊരുവിധ രേഖകളും നമ്മൾ പുറത്തു പറയാനോ ഡിക്ലെയർ ചെയ്യാനോ, കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം മറ്റു കാര്യങ്ങളെല്ലാം ഇതിന്റെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. 60 days ആണ് ഇതിൽ അവർക്ക് റീകൺസിഡറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ സറണ്ടർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ വിത്തിൻ 60 days എപ്പോൾ വേണമെങ്കിലും പാരന്റ്സിന് തിരിച്ചു ചോദിക്കാം. ഈ 60 days കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ റൈറ്റ് ഇല്ലാതാവുകയും കുട്ടി നേരെ ലീഗലി ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് അഡോപ്ഷന് പോവുകയും ചെയ്യുന്നു. ഇതെല്ലാമാണ് ഒരു നമ്മുടെ ജെ ആക്ടിന്റെ ചുരുങ്ങിയ രീതിയിലുള്ള അഡോപ്ഷൻ പ്രൊസീജിയർ പറയുന്നത്. ഇനി കൂടുതൽ എന്തെങ്കിലും ബിനു മാഡം ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അഡോപ്ഷനകത്ത് ആഡ് ചെയ്യാനില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഒരു അവരുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന 1-2 കാര്യങ്ങളൂടെ ഉണ്ട്. ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റ്, അതായത് ഒരു മെന്റലി ഇല്ലായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റിനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അനുമതി കൊടുക്കാനും അതിനുള്ള നിയമോപദേശങ്ങളും ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് കൊടുക്കാനുമുള്ള പ്രൊവിഷൻ CWCക്ക് ഉണ്ട്. അതുകൂടാതെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്ത ഒരു കുട്ടി, ചിലപ്പോൾ ഇതായിട്ടോ ഓർഫൻ ചൈൽഡായിട്ട് വന്നതോ അല്ലെങ്കിൽ എങ്ങനെയോ വന്ന ഒരു കുട്ടി ഒരു ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലോ എവിടെയെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങള് ഈ പല നാടുകളിൽ നിന്ന് ഉൾപ്രദേശങ്ങളിലൊക്കെ ഉള്ളവരെ ചിലപ്പോൾ വീട്ടിലൊക്കെ ഡെലിവറി കഴിഞ്ഞാവോ അവരൊരു ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഇല്ലാത്തതാണെങ്കിൽ അവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉള്ളത് CWCക്കാണ്. ആ കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിശ്ചയിക്കുന്നതിനായിട്ട് CWC ഒരു ഓർഡർ മെഡിക്കൽ ബോർഡിന് കൊടുക്കും. ആ മെഡിക്കൽ ബോർഡ് അവരുടെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ആ ഒരു ഏജ് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളത് അറിയിക്കുന്നതനുസരിച്ച് അവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് CWC ആണ് നിശ്ചയിക്കുന്നത്. അതായിരിക്കും പിന്നീട് മുന്നോട്ടുള്ള അവരുടെ DOB എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയൊരു കാര്യമായിരുന്നു. ബാക്കി അഡോപ്ഷന്റെ കാര്യങ്ങളിലെല്ലാം ഇത്രയും തന്നെയാണ്. മൂന്നാമത്തെ സെഷൻ എടുക്കുന്നതിനായി സന്ധ്യ വികെനെ സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ജെ ആക്ടിനെ കുറിച്ചും 3 പേരും ചെയർപേഴ്സൺ ബിനു മാഡം, ശ്രീലക്ഷ്മി മാഡം, ജിൻസി മാഡം 4 പേരും വളരെ വിശദമായി തന്നെ പറഞ്ഞു. എല്ലാവർക്കും അതേക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം എനിക്ക് സംസാരിക്കാനുള്ളത് വുമൺ റിലേറ്റഡ് ആയിട്ടുള്ള ലോസിനെ കുറിച്ചിട്ടാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ലോസിനെ കുറിച്ച് മാത്രം ഞാൻ പറയുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു ഇതേ പാർട്ടിസിപ്പൻസ് എന്നെ വെച്ചിട്ട് ഒരു 17-ാം തീയതി ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ആ വിഷയം അത്ര അധികം സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വുമൻ്റെ റൈറ്റ്, സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടൊരു 5 റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഡിഗ്നിറ്റി ആൻഡ് ഡീസൻസി, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു ഹെൽത്ത് കെയർ ആൻഡ് റൈറ്റ് ടു പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വുമൺ ലോസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തിട്ട് ഈ 5 റൈറ്റിനെ കുറിച്ചിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഈ 5 റൈറ്റിനെ കുറിച്ചും ബേസ് ചെയ്തിട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു 1-2 ലോസിനെ കുറിച്ച് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഒരു ആക്റ്റാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഡ്യൂറിങ് പ്രഗ്നൻസിയിൽ ഒരു സ്ത്രീക്ക് ഒരു പെയ്ഡ് ലീവ് അനുവദിക്കുന്നുണ്ട്. അത് ഒരു 6 months വരെ പെയ്ഡ് ലീവ് അനുവദിക്കുന്നുണ്ട്. അത് 26 weeks ആണ് ആദ്യത്തെ 2 കുട്ടികൾക്ക്. പിന്നീട് മൂന്നാമതോ നാലാമതോ ഒക്കെ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് 12 weeks വരെ മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ട്, പെയ്ഡായിട്ട് കൊടുക്കുന്നുണ്ട്.
ഒരു ലേഡി ഒരു മിനിമം ഒരു 80 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ മെറ്റേണിറ്റി ബെനിഫിറ്റിന് എലിജിബിൾ ആണ്. അത് ഗവൺമെന്റ് എംപ്ലോയി തന്നെ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കോൺട്രാക്ട് സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും ഒരു 80 ഡേയ്സ് മിനിമം, അറ്റ്ലീസ്റ്റ് 80 ഡേയ്സ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റിന് എലിജിബിൾ ആണ്. അത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് എടുക്കാം. പ്രയർ ടു ഡെലിവറി എടുക്കാം, അതല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി വേണമെങ്കിലും എടുക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും എടുക്കാം. അതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് എന്ന് പറയുന്നത്. 2 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ആണ്. നമുക്കറിയാം നമ്മളുടെ നാട്ടില് ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും വ്യത്യസ്തമായിട്ടുള്ള റെമ്യൂണറേഷൻ ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ മേഖല എടുത്തു കഴിഞ്ഞാലും ഹോം ഇതിനകത്ത് ബേസ് ചെയ്തിട്ടുള്ള ജോലികൾ എടുക്കുന്നതാണെങ്കിലും ഒക്കെ നമുക്കറിയാം. നമ്മുടെ വീട്ടിൽ തന്നെ പറയുമ്പോൾ ഒരു സ്ത്രീ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കുറച്ച് കുറവായിരിക്കും പൈസ കൊടുക്കുന്നത്. ഒരു പക്ഷെ പുരുഷനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതലായിരിക്കും പൈസ കൊടുക്കുന്നത്. അപ്പം റെമ്യൂണറേഷൻ ആക്ട് അനുസരിച്ചിട്ട് സ്ത്രീ ആയാലും പുരുഷനായാലും അതിനൊരു ജെൻഡർ വ്യത്യാസം ഇല്ലാതെ തന്നെ ഈക്വലായിട്ട് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് നമ്മളുടെ അറിവിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ ഓഫീസറെ സമീപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ ഓഫീസുകളിലും അതിനായിട്ടൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാകും. ആ അഡ്വൈസറി കമ്മിറ്റിക്ക് നമുക്ക് നമ്മളുടെ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അതില് പിന്നെ അതിനകത്തൊക്കെ ക്ലെയിംസും മറ്റു കാര്യങ്ങളെല്ലാം അവിടെ ഒരു റെക്കോർഡ് കീപ്പിംഗ് എല്ലാം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആക്ടിൽ പറയുന്നത്. പിന്നെ ഒന്നാണ് പ്രിവെൻഷൻ ഓഫ് ഇമ്മോറൽ ട്രാഫിക് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ ഡിഗ്നിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ളതാണത്. അത് സ്ത്രീകളെ ഒരു കമ്മോഡിറ്റി ആയിട്ട് ഒരു ട്രാഫിക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അത് ആ രീതിയിൽ ഏതൊക്കെ രീതിയിലാണോ ഒരു സ്ത്രീകളെ ഒരു ട്രാഫിക്കിങ്ങിനായിട്ട് അതൊരു അഡ്വർടൈസ്മെന്റിൽ ത്രൂ ആയാലും ഏതെങ്കിലും രീതിയിൽ ഒരു നമ്മൾ ഇപ്പൊ കാണുന്ന പോലെ ഒരു പെൺവാണിഭം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊന്നും നടത്താൻ പാടില്ല. അങ്ങനെ നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽ വിട്ടു കഴിഞ്ഞാൽ തന്നെ അത് നിയമപരമായിട്ട് ശിക്ഷാർഹം ആണ് എന്നുള്ളതാണ്. അതില് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലോയാണ് അത്. പല സംശയങ്ങളും പലർക്കും ഉണ്ടാകാം. പക്ഷെ ഒരു ട്രാഫിക്കിംഗ് ആണ് അവിടെ നടക്കുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് അത്. പിന്നെ ഒന്നാണ് പ്രൊഹിബിഷൻ ഓഫ് ഇൻഡീസെന്റ് റെപ്രസെന്റേഷൻ ഓഫ് വുമൺ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ അത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും സിനിമകളിലൂടെയാണെങ്കിലും അഡ്വർടൈസ്മെന്റുകളിലൂടെയാണെങ്കിലും ഒക്കെ സ്ത്രീകളുടെ ഡിഗ്നിറ്റീനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ചിത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഏത് തരം പ്രവൃത്തികളും അത് പണിഷബിൾ ആണ്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ വളരെ ന്യൂസിലൊക്കെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ജ്വല്ലറി ഉടമയുടെ ഒരു കമന്റൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അത്തരത്തിലുള്ളതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ളതെല്ലാം തന്നെ പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ത്രൂ അഡ്വർടൈസ്മെന്റ് ആയാലും മീഡിയയിൽ കൂടി ആയാലും സിനിമയിലൂടെ ആണെങ്കിലും ഒക്കെ അത് ശിക്ഷാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെയാണ് പ്രധാനപ്പെട്ട നമ്മൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്റ്റാണ് ഡവറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് വളരെ പണ്ട് മുതലേ തന്നെ നമ്മളുടെ നിയമം പ്രാബല്യത്തിലുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് വളരെ ആക്സെപ്റ്റബിൾ ആയിട്ട്, അതിപ്പോൾ പുരുഷന്മാർ മാത്രമല്ല, ഒരു കുഞ്ഞ് വളർന്നൊരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോഴേ തന്നെ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് തന്നെ നമ്മൾ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ്. കുഞ്ഞ് വളർന്നു വരുമ്പോഴേക്കും അവർക്ക് വേണ്ടുന്നുള്ള സ്വർണ്ണ ആയാലും സ്വത്തുക്കളായാലും ഒക്കെ സമാഹരിച്ച് വെക്കുക, വിവാഹത്തോടു കൂടി അവരെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഇതെല്ലാം കൊടുത്തു വിടണം എന്നുള്ളത് അമ്മമാരായിട്ടുള്ള ആളുകളും അച്ഛന്മാർ മാത്രമല്ല അമ്മമാരുടെ ഒക്കെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഈ സമീപകാലത്ത് വരെയും ഡവറി ഡെത്തുകളെല്ലാം തന്നെ വളരെ ലൈവായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ UAE-യിലൊക്കെ ഡവറി ഡെത്ത് നമ്മൾ കണ്ടിരുന്നു. അതുപോലെ മലപ്പുറം ജില്ലയിൽ വളരെ സാധുവായിട്ടുള്ള ഒരു പെൺകുട്ടി അവര് ഡവറി ഡിമാൻഡ് സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്ത ഒരു അവസ്ഥ നമ്മൾ കണ്ടിരുന്നു. ഡവറി ഹരാസ്മെന്റ് മൂലം പട്ടിണിക്കിട്ട ഒരു പെൺകുട്ടി കൊല്ലത്ത് നമ്മൾ വാർത്തയിൽ വായിച്ചിരുന്നു. അത് വളരെ സാധുവായ ഒരു പെൺകുട്ടിയാണ്. അവർക്ക് കിട്ടാവുന്നത് എല്ലാം വെച്ചിട്ടാണ് അച്ഛനും അമ്മയും അവരെ പെൺകുട്ടീനെ കല്യാണം കഴിപ്പിച്ച് അയച്ചത്. വീണ്ടും അവര്
അഡീഷണൽ എമൗണ്ട് ചോദിച്ചുകൊണ്ടേ ഇരുന്നിട്ട് അവർ അത് കിട്ടാതെ വന്നപ്പോൾ പെൺകുട്ടീനെ പട്ടിണിക്ക് ഇടുകയും അത് പട്ടിണി കിടന്ന് മരിച്ചു പോവുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണത്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് ആകെ ഉണ്ടായിരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 26 കിലോ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ വാർത്തയിൽ വളരെ സജീവമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സെൻസേഷണലായിട്ട് നമ്മൾ കണ്ട ഒരു കാര്യമാണ് വിസ്മയയുടെ ഡെത്ത് എന്ന് പറയുന്നത്, സൂയിസൈഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ഗവൺമെന്റ് സുപ്രധാനമായിട്ടുള്ള 2 തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഒന്ന്, നമ്മളുടെ കോളേജുകളിൽ വിദ്യാഭ്യാസം കഴിയുന്ന കുട്ടികൾക്ക്, ഡിഗ്രി പഠനം കഴിയുന്ന കുട്ടികൾക്ക് ഒരു സത്യവാങ്മൂലം, ഞാൻ ഡവറി വാങ്ങിക്കുകയോ കൊടുക്കുകയോ ചെയ്യില്ല എന്നുള്ളൊരു സത്യവാങ്മൂലം എഴുതി വാങ്ങിച്ചാൽ മാത്രമാണ് അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു ഗവൺമെന്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത്, നമ്മളുടെ ജില്ലയിൽ ഡവറി പ്രൊഹിബിഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനത്ത് ഒറ്റ ഓഫീസറാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് അത്ര എഫക്റ്റീവായി നടക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് എല്ലാ ജില്ലകളിലും തന്നെ വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസറാണ് ഡവറി പ്രൊഹിബിഷൻ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുള്ളത്. അപ്പൊ ഡവറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ഏതെങ്കിലും രീതിയിലുള്ള ഡവറി ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളിലെ ജില്ലാ ഓഫീസർമാർക്ക്, വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർമാർക്ക് രേഖാമൂലം പരാതി നൽകിയാൽ ജില്ലാ ഓഫീസർ ആ പരാതി പരിശോധിക്കുകയും അത് അവരെ കേൾക്കുകയും ഡവറി ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പരാതി പോലീസിന് ഫോർവേഡ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഗവൺമെന്റ് ജില്ലാ ഓഫീസർമാർക്ക്, വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലാ ഓഫീസർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് വിസ്മയയുടെ ഡെത്തിന് ശേഷം ഗവൺമെന്റ് എടുത്തിട്ടുള്ള 2 സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണിത്. സാധാരണ രീതിയിൽ നമ്മൾ ഡവറി എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ ക്യാഷോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിൽ ഡവറിയുടെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് എനി വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, അത് എഗ്രി ടു ബി ഗിവൺ അറ്റ് ദ ടൈം ഓഫ് മാരേജ്, ഒന്നിലും കൊടുത്ത് ഒരു എഗ്രി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മാരേജിന്റെ സമയത്തോ അതിനുശേഷമോ കൊടുക്കാമെന്ന് പറയുന്ന എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ ഡവറി എന്നുള്ള ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയോ റിട്ടയർ ചെയ്തതിന് ശേഷം 10 വർഷം കഴിയുമ്പോൾ ഞാൻ റിട്ടയർമെന്റ് എൻ്റെ ആവുമ്പോൾ അപ്പോൾ ഞാൻ ഇത്ര തുക എൻ്റെ മകൾക്ക് കൊടുത്തേക്കാം എന്ന് വെറുതെ വാക്കാൽ പറഞ്ഞാൽ മതി, അത് ഡവറിയുടെ ഒരു ഡെഫിനിഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് ഡവറിയെ സംബന്ധിച്ച് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പോഷ് ആക്ട് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നത്. പോഷ് ആക്ട് അനുസരിച്ചിട്ട് വർക്ക് പ്ലേസിലുള്ള ഒരു സെക്ഷൽ ഹരാസ്മെന്റ് തടയുക എന്നുള്ളതായിരുന്നു നിയമം എന്ന് പറയുന്നത്. അപ്പം ഒരു വർക്ക് പ്ലേസിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൽ ഒരു സെക്ഷലി കളേർഡ് റിമാർക്സ്, അത് മെസ്സേജസ് ആയിട്ടോ കമന്റ്സ് ആയിട്ടോ പറയുന്നതെല്ലാം തന്നെ പോഷ് ആക്ടിന്റെ അണ്ടറിലേക്ക് വരും. അപ്പോൾ ഒരു വർക്ക് പ്ലേസിൽ തമ്മിലുള്ള എംപ്ലോയീസിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സെക്ഷൽ ഹരാസ്മെന്റ്, അതൊരു ഫിസിക്കൽ റിലേഷൻ ആയിട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ രാത്രി കാലങ്ങളിൽ ചില ബോസ്മാരൊക്കെ അവരുടെ ലേഡി എംപ്ലോയീസിനൊക്കെ ചിലപ്പം വൾഗർ ആയിട്ടുള്ള മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്, ചില വീഡിയോസ് അയക്കും, ചിലപ്പോൾ ഫോണിൽ ചിത്രങ്ങൾ അയക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം തന്നെ പോഷ് ആക്ടിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇതൊരു സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ഒരു സ്ത്രീക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, നേരിടുകയാണ് എങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ അത്തരം പരാതികൾ ആ സ്ത്രീക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. പക്ഷെ ആ വർക്ക് പ്ലേസിൽ തന്നെ അത്തരം പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു കമ്മിറ്റി ഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ IC കമ്മിറ്റി എന്ന് പറയുന്നത്, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി എന്നുള്ളതാണ്. ICC എന്നായിരുന്നു നേരത്തെ ഉണ്ടായത്, ഇപ്പൊ IC കമ്മിറ്റി എന്നാണ്. അപ്പൊ നമ്മളിപ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ടൊക്കെ WCC ഒക്കെ സിനിമാ മേഖലയിൽ IC കമ്മിറ്റി രൂപീകരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് വലിയ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ആ IC കമ്മിറ്റി എന്ന് പറയുന്നത്. 10ഓ അതിലധികമോ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു IC കമ്മിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. അത് ഒരു മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോർട്ടിന്റെ ഒരു ഡയറക്ഷൻ പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഒരു IC കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ആ വർക്ക് പ്ലേസിൽ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ IC കമ്മിറ്റിക്ക് അവർക്കൊരു പരാതി കൊടുക്കാം. അപ്പൊ ആ സംഭവം നടന്ന് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫേക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് കൊടുക്കുന്ന ആ ഫേക്ക് കംപ്ലൈന്റ് ആരാണോ കൊടുക്കുന്നത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ IC കമ്മിറ്റിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹരാസ്മെന്റ് നേരിട്ട സ്ത്രീ 90 ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 90 ദിവസമല്ല 60 ദിവസത്തിനുള്ളിൽ പരാതി കൊടുത്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ ആ പരാതിയിന്മേലുള്ള പരിശോധനകളെല്ലാം നടത്തി എവിഡൻസ് എടുത്ത് എൻക്വയറി പൂർത്തിയാക്കിയതിന് ശേഷം ആ IC കമ്മിറ്റിക്ക് ആ സ്ത്രീക്ക് നേരിട്ട ഒരു ഹരാസ്മെന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ IC കമ്മിറ്റിക്ക് പലതരത്തിലുള്ള നടപടികൾക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ വ്യക്തിനെ, ആ എംപ്ലോയറെ നമുക്ക് ആ ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കൊളീഗിനെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ പ്രൊമോഷൻ തടഞ്ഞു വെക്കാം, ഇൻക്രിമെന്റ് കട്ട് ചെയ്യാം, ജോലിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പിരിച്ചുവിടാം. അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ IC കമ്മിറ്റിക്ക് ഒരു സിവിൽ കോർട്ടിന്റെ ജുഡീഷ്യൽ പവർ IC കമ്മിറ്റിക്കുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ 10ൽ താഴെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽ കമ്മിറ്റി എന്നാണ് അതിന് പറയുന്നത്. ആ ലോക്കൽ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിക്ക് 10ൽ താഴെ എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനിൽ ഇത്തരത്തിലൊരു ഹരാസ്മെന്റ് നേരിട്ട ഒരു സ്ത്രീക്ക് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, ഇപ്പം വഴിയിലൊക്കെ കച്ചവടം നടത്തുന്ന സ്ത്രീകൾ, വീട്ടുജോലിക്കാര്, അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു വീട്ടുജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ആ ഹൗസ് ഓണറിൽ നിന്നാണ് ഒരു ഇത്തരത്തിലുള്ള ഒരു അബ്യൂസ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജില്ലാ കളക്ടറുടെ അധ്യക്ഷനായിട്ട് ഒരു ലോക്കൽ കമ്മിറ്റി, പോഷ് കമ്മിറ്റി എല്ലാ ജില്ലകളിലും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം പോഷ് കമ്മിറ്റി അനുസരിച്ചിട്ട് വർക്ക് പ്ലേസ് ഹരാസ്മെന്റിന് വേണ്ടുന്നുള്ള ഇതാണ് നടപടികളുള്ളത്. പിന്നെ ഒരു ആക്റ്റാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത്. അത് ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന വ്യക്തികളിൽ നിന്നുള്ള ഹരാസ്മെന്റ്, അത് ഫിസിക്കൽ ഹരാസ്മെന്റ് ആവാം, വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് ആവാം, ഡവറി ഡിമാൻഡിലുള്ള ഹരാസ്മെന്റ് ആവാം, സെക്ഷൽ ഹരാസ്മെന്റ് ആവാം. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പരാതികൾക്ക് മുൻകാലങ്ങളിലൊക്കെ പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതി കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി വരുന്നതോടുകൂടി ആ മാരേജിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലാകും. പിന്നീട് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു മെന്റൽ ഹരാസ്മെന്റിന് നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് അത്രയും സീരിയസ് ആയിട്ട് അത് അവിടെ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. അതുപോലെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന സെക്ഷൽ അബ്യൂസുകൾക്ക് ഒരു പരാതി കൊടുക്കാനായിട്ട് അതുവരെ അതിന് മുൻപായിട്ട് ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുമ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പിൽ നേരിടേണ്ടി വന്നാൽ ആ അബ്യൂസുകൾക്ക് പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗാർഹിക പീഡന നിരോധന നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത്. ആ ആക്ട് അനുസരിച്ചിട്ട് നമുക്ക് നേരിട്ട് പോലീസ് സ്റ്റേഷനിലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ചുള്ള ഒരു പരാതി കൊടുക്കാം. അതല്ലെങ്കിൽ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കാം. അതല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഡയറക്റ്റ് മജിസ്ട്രേറ്റിന് ഒരു പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ജില്ലകളിലും തന്നെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അനുസരിച്ച് ഒരു പ്രൊട്ടക്ഷൻ ഓഫീസർ നിലവിലുണ്ട്. ആ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് തയ്യാറാക്കി മജിസ്ട്രേറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ മജിസ്ട്രേറ്റ് ആ പരാതി കേട്ടതിന് ശേഷം ആ സ്ത്രീക്ക് ആവശ്യമായിട്ടുള്ള റിലീഫ്, എന്തെല്ലാം റിലീഫാണോ അവർ ചോദിക്കുന്നത്, ആ റിലീഫ് മജിസ്ട്രേറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതെല്ലാമാണ് പ്രധാനപ്പെട്ടായിട്ടുള്ള വുമൺ റിലേറ്റഡ് ലോസ്. അതുകൂടാതെ തന്നെ സ്ത്രീകളുടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഭാരതീയ ന്യായ സംഹിതയിൽ നിരവധി പ്രൊവിഷൻസ് വേറെയുണ്ട്. പിന്നെ പോക്സോ ആക്ടിനെ കുറിച്ചിട്ടൊക്കെ പലർക്കും അറിയാവുന്നതാണ്, കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. എന്നാൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള
ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ഓഫീസറാണ് വുമൺ പ്രൊട്ടക്ഷൻ ഓഫർ. 18+ ഉള്ള ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ജില്ലാ തലത്തിലുള്ള ഒരു ഓഫീസറാണ് വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. 18 താഴെയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട്, അവരെ സമീപിക്കാവുന്നതാണ്. അതുപോലെ ഒരു വുമൺ ഹെൽപ്പ് ലൈൻ, ചൈൽഡിന് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 1098 എന്ന് പറയുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. അതേപോലെ തന്നെ 18+ ആയിട്ടുള്ളത് എന്ന് നിർബന്ധമൊന്നുമില്ല, ഏതൊരു സമയത്തും ഏതൊരാൾക്കും ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ 24 hours ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് 181 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ. ആ ഹെൽപ്പ് ലൈനിൽ സാധാരണ രീതിയിൽ 18+ ആളുകളാണ് കൂടുതലായിട്ടും വിളിക്കുന്നത്. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ 181 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഏത് സമയത്തും ഏതൊരാൾക്കും ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ സ്വന്തം ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തിനോ വേണ്ടിയിട്ട് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് അതാത് ജില്ലകളിലെ സഖി വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സഖി വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എന്ന് പറയുന്നത് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അത് 24 hours ഫങ്ഷൻ ചെയ്യുന്ന ഒരു സെന്ററാണ്. അഗ്രീവ്ഡ് വുമണിന് വേണ്ടിയിട്ടുള്ള ടെമ്പററി ഷെൽട്ടർ, എമർജൻസി ആയിട്ടുള്ള പോലീസ് എയ്ഡ്, ലീഗൽ എയ്ഡ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, ഇത്രയും കാര്യങ്ങൾ ഒരു അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു വയലൻസ് നേരിടുന്ന ഒരു സ്ത്രീക്ക് പല സ്ഥലങ്ങളിലായിട്ട് പല റെമഡീസിന് വേണ്ടിയിട്ട് അലയേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാ സർവീസുകളും ഒറ്റ സ്ഥലത്ത് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് സഖി വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ 700 എബോവ് വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. 24 hours ആയതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും 181 ഡയറക്റ്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ സഖിയുടെ നേരിട്ടുള്ള നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ടോ ഈ തരത്തിൽ മേൽപ്പറഞ്ഞിട്ടുള്ള ഒരു ടെമ്പററി ഷെൽട്ടർ, ചിലപ്പോൾ പുറത്താക്കപ്പെടുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വരുന്ന സ്ത്രീകൾക്ക്, അബ്യൂസുകൾ നേരിടേണ്ടി വരുന്ന ആളുകൾക്ക്, മേൽപ്പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീക്ക് വൺ സ്റ്റോപ്പ് സെന്റേഴ്സിനെ സമീപിക്കാം. അവർക്ക് ഏതൊരു സമയത്തും നേരത്തെ പറഞ്ഞിട്ടുള്ള എമർജൻസി ഹെൽപ്പുകൾ, സർവീസുകളെല്ലാം ലഭ്യമാവുന്നുണ്ട്. ഇതേപോലെ തന്നെ ഗവൺമെന്റ് അണ്ടറിൽ തന്നെ കുടുംബശ്രീ മിഷന്റെ കീഴിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് പോലെ തന്നെ 24 hours ഫങ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. അതും ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഫങ്ഷൻ ചെയ്യുന്നതാണ്. 24 hours ആണ്. ടെമ്പററി ഷെൽട്ടർ, അടിയന്തര സാഹചര്യങ്ങളിൽ ടെമ്പററി ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. നിയമസഹായം വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ത്രൂവോ അല്ലെങ്കിൽ സഖി വൺ സ്റ്റോപ്പ് സെന്റർ ത്രൂവോ കൊടുക്കുന്നുണ്ട്. അവിടെയും കൗൺസിലിംഗ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഇത്തരത്തില് സ്ത്രീകളെയും കുട്ടികളെയും സഹായിക്കുന്നതിനായിട്ട് നിരവധി സംവിധാനങ്ങൾ നമ്മളുടെ ഗവൺമെന്റിന് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പലർക്കും അത് അറിയില്ല. നമ്മളുടെ മാധ്യമങ്ങളെല്ലാം തന്നെ നെഗറ്റീവ് ന്യൂസുകളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായകരമായിട്ടുള്ള നിരവധി സംവിധാനങ്ങളുണ്ട് എന്നും ഇത്തരം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നിലവിലുണ്ട് എന്നുള്ളതും ഒന്നും ആരും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്, അവിടെ നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന രീതിയിലുള്ള പരിഹാരം നമുക്ക് അതുവഴി കിട്ടും. അതല്ലെങ്കിൽ അവരെ അപ്രോച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് അതിന് സമീപിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മളും നമ്മളുടെ അറിയാവുന്ന ആളുകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇനി വേറെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെന്നുള്ളത്. വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഉണ്ടോ സാറേ? മാഡം? താങ്ക് യു മാം. ഓക്കെ. ഈ പരിപാടിയെക്കുറിച്ച് സംസാരിക്കാനായി സ്മാർട്ട് ഇന്ത്യയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ഡാലിൻ സാറിനെ ക്ഷണിക്കുന്നു.
കേൾക്കാം. കേൾക്കുന്നുണ്ട്.